എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതുത്ത വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് മറ്റൊരു ചലഞ്ച് ആയിട്ട് വന്നിരിക്കുകയാണ്. ഈ ഗെയിമിന്റെ പേര് എഗ് ചലഞ്ച്. എഗ് ചലഞ്ച്. അതൊക്കെ എന്തിട്ട് ഗെയിം എന്നൊക്കെ പറഞ്ഞ ഈ സാധനം എന്തിട്ട് ഇത് അതിന് മുമ്പ് നമുക്ക് പോണലും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ കുറെ നാളെ വീഡിയോ ഇട്ടിട്ട് അതെന്താണ് കാരണം? അത് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവൾക്ക് പരീക്ഷ ഉള്ള കാരണം കൊണ്ടാണ് ഇത്ര മക്കൾ നേരം വയ്ക്കുന്നത്. മാറ്റിയൊന്നല്ല, മാറ്റി പിന്നെ ഇടയിൽ കയറി വന്നതാണ്. അപ്പൊ ഇവളുടെ പരീക്ഷ നമ്മൾ ഇത്ര നാൾ നേരം വയ്ക്കുന്നത്. അതിന് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരാഴ്ച മുമ്പില്ലേ 2-3 ദിവസം മുമ്പ് അത് ചെറുക്കന്റെ ബുദ്ധിയിൽ ഉദിച്ചൊരു കണ്ടന്റ് ആണ്. അപ്പൊ അത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ മോളായി ബട്ടണിൽ അങ്ങനെ ലിങ്ക് കൊടുക്കാം. അപ്പൊ ആദ്യം ഇത് കാണാം. അപ്പൊ അതിന് ശേഷം നമ്മൾ ഇന്നത്തെ ചാലഞ്ചിക്ക് വരാം. ഇന്നത്തെ ചലഞ്ച് പറയുന്നേക്കാൾ മുന്നേ നമ്മുടെ വീഡിയോ ഇപ്പൊ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ നമുക്ക് ഇനി പറഞ്ഞാലോ? അപ്പൊ ഗെയിം പറഞ്ഞാലോ? റെഡി കളിക്കാൻ? ഓക്കെ. അപ്പൊ നമ്മുടെ ഗെയിം ആദ്യം എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പൊ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ 2 മുട്ടയുണ്ട്. ഒരു മുട്ട നിന്റെ, ഇതിലൊരു മുട്ട ഉണ്ട്. പിന്നെ ഗെയിം ആരംഭിച്ചാൽ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒരു കാർഡ് ഇവിടെയാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് വെക്കുന്നത്. അപ്പൊ ഇവിടെ ഗെയിം തുറന്ന സമയത്ത് ഇവിടെ മുട്ട വെക്കുക, നിന്റെ മുട്ട നീ അവിടെ വെക്കുക. സ്റ്റാർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നീ മുട്ട ഊതി കൊണ്ടുവന്നിട്ട് ഇതാണ് നമ്മുടെ ഫൈനൽ ലൈൻ. ഇതിന്റെ അപ്പുറത്തേക്ക് കടക്കണം. ഇതിന്റെ അപ്പുറത്തേക്ക് നീ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ജയിച്ചു. ജയിക്കുന്ന ആൾക്ക് തോറ്റാതെ 3 അടി അടിക്കാം ബാക്കിൽ. ഓക്കെ. അപ്പൊ നമ്മുടെ ഗെയിം നമ്മൾ ആരംഭിക്കാനായിട്ട് പോവാണ്. അപ്പൊ ഇതിലൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിബന്ധനയുണ്ട്. നീ ഊതണ സമയത്ത് മുട്ട നിലത്തേക്ക് വീണാലോ മുട്ട അങ്ങോട്ടേക്കൊക്കെ വളഞ്ഞു പോയാലോ നിനക്ക് കൈകൊണ്ട് തൊടാൻ പാടില്ലേ. കൈകൊണ്ട് തൊടാണെങ്കിൽ ഗെയിം നിങ്ങൾ ഇപ്പൊ ഇവിടെ എത്തി, നിന്റെ മുട്ട ഇവിടെ വരെ എത്തിന്നുണ്ടെങ്കിൽ നീ ഇപ്പൊ കൈകൊണ്ട് എടുക്കണം. നിനക്ക് എങ്ങനെ വിചാരിച്ചാൽ നമുക്ക് പോലെ പെട്ടെന്ന് നേരെ പോയില്ല എന്നുള്ള അവസ്ഥയാണെന്ന് വിചാരിക്കും. അപ്പൊ നീ നേരെ മുട്ട കൈകൊണ്ട് എടുക്കണം. സ്റ്റാർട്ടിംഗ് പോയിന്റ് കൊണ്ടുവച്ചിട്ട് ആദ്യം തൊട്ട് തുറന്നുണ്ട് അതിന് വരും. അതാണ് കളി. അതപ്പോ എന്നെ നിലത്ത് വീണാലും ആദ്യം തൊട്ട് കൊണ്ടുവരേണ്ടതായിട്ട് തുറന്നും. അപ്പൊ അതാണ് നമ്മുടെ കളി. അപ്പൊ നേരെ മുന്നോട്ട് പോയാലോ? 3, 2, 1. ഞാൻ തന്നെ ജയിക്കുന്നത്. എന്ത് രസം. ബാബാ പാടിയായിട്ട് ചോറ് ചോറെടുക്കാം. 2 ദിവസം അടുത്ത റൗണ്ടിൽ ഒന്നുകൂടി വിളിക്കാം. നമുക്ക് ഞെട്ടി നേരെ അടി കാര്യം 3 അടി വെട്ടി കുടിക്കാമല്ലോ. തോൽക്കുമ്പോ അങ്ങനെ തോന്നും. അപ്പൊ നമുക്ക് നേരെ തുടങ്ങാൻ മടിയിലേക്ക്. അപ്പൊ നമ്മളുടെ അതിസാഹസികരമായ വിജയത്തിന് ശേഷം 2ാമത്തെ റൗണ്ടിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. കാരണം എന്താ പറയുക, ആദ്യത്തെ റൗണ്ടിലത്തെ 3 അടി ഇപ്പൊ തന്നെ അടിക്കണല്ലേ. വെറുതെ അടിക്കും. ലാസ്റ്റ് അതെന്താ വെച്ചാല് ഫസ്റ്റ് കളി ജയിച്ചല്ലോ. അപ്പൊ എനിക്ക് അഹങ്കാരം കയറി കഴിച്ചു. അപ്പൊ ഇനി അടുത്ത റൗണ്ട് ഞാൻ തന്നെ ജയിക്കുമ്പോഴൊരു ഊർജ്ജസ്വലതമായി പ്രതീക്ഷ എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വിചാരിച്ചിരുന്നാ മതി. അപ്പൊ തോൽക്കും പലർക്കും പല കാരണങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അടി നമ്മള് മാറ്റി വെച്ചേക്കാണ്. ഗെയിമിന്റെ ലാസ്റ്റ് ഇപ്പൊ ഇവിടെ വീണ്ടും ഒരു 6 അടിയുടെ കിടക്കും. 6 അടി ഒന്നിച്ചു കൊടുക്കുന്നത് വൈകും. അപ്പൊ ഇങ്ങനെ 2ാമത്തെ അടി കിടക്കല്ലേ, നിങ്ങൾ കിടക്കല്ലേ. ഓക്കെ. അപ്പൊ നമുക്ക് 2ാമത്തെ റൗണ്ട്
അതെ, പിന്നെ ഒരു കാര്യം പറയണ്ട, നീ ഗെയിമിന്റെ ഇടയിൽ നിന്റെ മുട്ട മാത്രം ഊതിയാ മതി. എന്തിനാ എന്റെ മുട്ട ഊതി കളിക്കുന്നത്? അതാണ് എന്റെ മുട്ട നേരത്തെ അങ്ങോട്ട് പോയി ഞാൻ ജയിച്ചത്. അല്ലെങ്കിൽ പിന്നെ മല മറിച്ചൂലോ. Okay, നമുക്ക് രണ്ടാമത്തെ റൗണ്ട്. 3, 2, 1. കൊള്ളാലോ. ഇവിടെ 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 അതിന് ഞാൻ വിളിച്ചത്. ഇവിടെ ഇവിടെ അപ്പൊ ആറടി നേരത്തെ പൊട്ടിക്കാൻ എന്ത് കളി അവൻ കൊണ്ടുവരുന്ന അവൻ ജയിക്കുന്നു. ഞാൻ കൊണ്ടുവരാൻ കളി നീ ജയിക്കുന്നതാണ് എടുക്കുക അതെനിക്ക് പറ്റില്ല. പ്രാക്ടീസ് ചെയ്യും. അത് എന്റെ അടുത്ത് നാളെ കിട്ടും നാളെ കിട്ടും. നമ്മുടെ ചെക്കന അടിക്കണ റൗണ്ട് സെറ്റല്ലേ? എന്നെ തുടരുത് എന്ന് കിടപ്പ് കിടക്കണേ. ഈ ചൂടത്തടിക്കുന്ന തോറ്റ ആൾക്കാർക്ക് ആ മുട്ട തിന്നാൻ തരാം. അതൊക്കെയാണ് ഒരു ന്യായം. ജയിച്ചവർക്കാണ് തിന്നുന്നത്. തോറ്റ ആൾക്കാർ അടികൊണ്ട് നാളെ കെട്ടി കുത്താലും 6 കഴിഞ്ഞു. രണ്ട് 3 4 ഇനിയിപ്പോ മണ്ടത്തരാണല്ലോ. ബാക്ക് സൈഡ് ഇട്ടാ ഇവിടെ തിരിച്ചിട്ടു. ഇപ്പോ എന്ത് രസല്ലേ 6 ലാസ്റ്റ് ചെറുത് ഇനി ഇരുത്തോളില്ല. ഓക്കെ നിന്റെ കൈമോണ്ടനെ വീണ്ടും വിട്ടുട്ടാ. ചെറിയ സുഖം 6 കിട്ടി. അപ്പൊ സന്തോഷം ചെക്കന് ഇന്നത്തെ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. റൗണ്ട് കൂടെ വെച്ചാൽ 8-9 കൂടെ കരുതുന്നത് അത് തോൽവി എന്നുള്ളത് നമുക്ക് ഇവിടെ എഴുതിയിട്ടില്ലേ? അപ്പൊ ഓക്കെ അതൊരു കൂടുതലായ ചോർക്കത്തിന് എന്റെ ആൾക്കാർ അതെന്റെ ഇംഗ്ലീഷിന് പ്രാബല്യം കണ്ടിട്ടുണ്ട്.